get those things. 15 മിനിറ്റ് ശേഷം അദ്ദേഹം പോയി വാങ്ങിക്കൊണ്ടുവരും. അദ്ദേഹത്തിന് അതിനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. Acts chapter 2. അപ്പോസ്തലർ 2-ാം അധ്യായം verses 41. അതിന്റെ 41-ാം വാക്യം I'm going to read that. ഞാൻ വായിക്കാൻ പോവുകയാണ്. Then they that gladly received the word were baptized, അവന്റെ വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. and the same day there were added unto them about 3,000 souls. അന്ന് ഏതാണ്ട് 3000-ഓളം പേർ സഭയോട് ചേർന്നു. And they continued steadfastly in the apostles' doctrine അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും and fellowship, കൂട്ടായ്മ and ആചരിച്ചും in breaking of bread അപ്പം നുറുക്കിയും and in prayers. പ്രാർത്ഥന കഴിച്ചും. And fear came upon every soul. എല്ലാവർക്കും ഭയമായി. Many wonders and signs were done by the apostles. അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. And all that believed were together and had all things in common. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയമുള്ളവരായിരുന്നു. എല്ലാം പൊതുവായിട്ട് അവർ എണ്ണി. And they continuing daily with one accord in the temple and breaking bread from house to house did eat their meat with gladness and singleness of heart. ഹല്ലേലൂയ. ഒരുമനപ്പെട്ട ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. Praising God and having favor with all the people, and the Lord added to the church daily as should be saved. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. This is a beautiful picture of how the first century church was. ആദിമ നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നുള്ളതിന്റെ മനോഹരമായ We ചിത്രമാണ്. don't have to copy or imitate this. ഇതിനെ നമ്മൾ ഇതുപോലെ പകർത്തേണ്ട കാര്യമില്ല. We have the freedom to adapt according to situations, according to the times. സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതിൽ മോഡിഫിക്കേഷൻ നടത്താൻ നമുക്ക് But there are അവകാശം. some things which is common for churches in every generation. എന്നാൽ ഓരോ തലമുറയിലെ സഭയ്ക്ക് പൊതുവായ ചില കാര്യങ്ങളുണ്ട്. This morning I would like to impress on you some of those things, and we will go into the table. അത് ഇതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് പോകും. Number 1, in verse 41 you see, with many other, verse 41, then they that gladly received the word. 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സന്തോഷത്തോടെ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. Focus on the word gladly. സന്തോഷത്തോടെ എന്ന പദം That ശ്രദ്ധിക്കുക. means when the word of God was preached, അതിന്റെ അർത്ഥം ദൈവത്തിനെ പ്രസംഗിച്ചപ്പോൾ they said, yes, the Lord is speaking to our heart. അവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ That has സംസാരിക്കുകയാണ്. brought some happiness into us. അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. And they decided by their own accord, by their own desire, to be baptized. അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരം തീരുമാനിച്ചു ഞങ്ങൾ സ്നാനപ്പെടുകയാണ്. Because the word was doing a work in their lives. കാരണം ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു. Nobody forced them. Nobody told them anything. Nobody promised them, if you get baptized, you'll get a special job. Nobody said like that. He just preached the word of God, and the people said, yes, I gladly receive the word. And Amen. they decided automatically to be baptized. ആരും അവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല. അവരെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടു എന്നൊക്കെ മനസ്സിലായി. ദൈവത്തിന് അവർ സന്തോഷത്തോടെ കൈക്കൊണ്ടു. നിങ്ങൾ സ്നാനപ്പെട്ട എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഗുണം കിട്ടും എന്നും പറഞ്ഞില്ല. എന്നാൽ അവരതിനെ ദൈവത്തിന്റെ വചനമായി അംഗീകരിച്ചു. അവരതിനെ സ്വീകരിച്ചു. അവർ സ്നാനപ്പെട്ടു. I thank God for all of you who are baptized. നിങ്ങളെല്ലാം സ്നാനപ്പെട്ടവരാകിയാൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. Praise God for you. നിങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. Hallelujah. Praise the Lord. And then you see, from this verse and many other verses, I want to encourage you and exhort you that any kind of a persuasion that comes from the human flesh is not from the Holy Ghost. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധം നിങ്ങളെ ആരെങ്കിലും നിർബന്ധിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. The Holy Spirit knows how to make His voice clear. പരിശുദ്ധാത്മാവ് തന്റെ ശബ്ദം വ്യക്തമാക്കാൻ നന്നായിട്ട് അറിയാം. And I'm happy that all of you in the church, you decided to take baptism, and we are going to have a beautiful baptism service on the 15th. ഈ സഭയിലുള്ളവർ ഇവിടെ കടന്നു വരുന്ന എല്ലാ സ്നാനപ്പെട്ടവരാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മനോഹരമായ ഒരു സ്നാന ശുശ്രൂഷ ഡിസംബർ 15-ാം തീയതി കർത്താവ് നമുക്ക് We're ഒരുക്കിയിട്ടുണ്ട്. going to see many baptisms in the days to come. ഈ വരുന്ന ദിവസങ്ങളിൽ അനേക സ്ഥാനങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. Hallelujah. ആമേൻ. And they say that gladly receive the word. That's the first word I want to give you. Verse 42, 42-ാം വാക്യം, they continued steadfastly. അവർ തുടർന്ന് കൊണ്ടിരുന്നു. The first word is gladly. The second word for this morning is they continued steadfastly. രണ്ടാമത് ഒന്നാമത് സന്തോഷത്തോടെ എന്നുള്ള വാക്കും, രണ്ടാമത് സ്ഥിരമായി നിന്നു. Turn to somebody and say consistently. തുടർന്ന് പറയാ സ്ഥിരമായിട്ട് നിലനിൽക്കുക. Hallelujah. Consistent walk with God. കർത്താവ് യേശു ക്രിസ്തുവുമായുള്ള സ്ഥിരമായ കൂട്ടായ്മ. Our walk with God is not an emotional walk with God. കർത്താവുമായിട്ടുള്ള നമ്മുടെ യാത്ര ഒരു വൈകാരിക പ്രകടനമല്ല. No, one day we feel good about God. He is doing everything good for me. The next day, God has left me. I am going to leave God. All this is coming from temperamental people, emotional people.
That is not a walk with God. ഒരു ദിവസം എല്ലാം നന്നായിരിക്കുന്നു, ഇന്ന് കർത്താവിനോട് സന്തോഷമാ, നാളെ കർത്താവിനോട് എനിക്ക് അത്ര നല്ല രസം തോന്നുന്നില്ല, ഇതെല്ലാം അല്ലേ സ്തോത്രം വൈകാരിക ജീവികളായിട്ടുള്ള മനുഷ്യരുടെ സ്വഭാവമാണ്. No, we are with the Lord consistently, steadfastly. നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നവരാ, കർത്താവിന്റെ കൂടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ. They were consistently under the apostles' doctrine. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം തുടർന്ന് കേട്ടുകൊണ്ടിരുന്നു. That means they did not listen to one message on one day, then the next day they will listen to some other messages, and then people are confused which is right, which is wrong. I tell you, there is only one form of doctrine in the whole Bible. ആമേൻ. ഞാൻ പറയട്ടെ, ദൈവത്തിൽ ഒരു പ്രത്യേക ഒരു തരത്തിലുള്ള ഉപദേശം മാത്രമേ ഉള്ളൂ. അവർ ഒരു ദിവസം ഒരു ഉപദേശം കേട്ടു, വേറൊരു ദിവസം വേറൊരു ഉപദേശം കേട്ട് അങ്ങനെ കലക്കിയ ആളുകളല്ല അപ്പോസ്തലന്മാരുടെ ആ ശരിയായ ഉപദേശത്തിൽ. One clear mark of confused people is very simply this: കലങ്ങിയിരിക്കുന്ന മനുഷ്യരുടെ ഒരു അടയാളം ഇതാണ്, they never grow. അവർ വളരത്തില്ല. They listen to the word of God, ദൈവവചനം കേൾക്കും, they come to church, സഭയിൽ വരും, but there is no spiritual growth. അവരെ നോക്കിയാൽ ആത്മീയ വളർച്ച കാണത്തില്ല. What is the measure of spiritual growth? എന്താണ് ആത്മീയ വളർച്ചയുടെ അളവ്? Galatians 5:22. ഗലാത്യർ 5:22. Let's read that and come back. നമുക്കത് വായിച്ചിട്ട് മടങ്ങി വരാം. We are talking about consistency here. നമുക്ക് തുടർമാനമായുള്ള വളർച്ചയെ പറ്റി പറയാം. What does it say in Galatians 5:22? ഗലാത്യർ 5:22 എന്താണ് പറയുന്നത്? Galatians 5:22. Hallelujah. Hallelujah. That is one of the fruit of walking or growing in Christ. ക്രിസ്തുയേശുവിൽ വളരുക അല്ലെങ്കിൽ കർത്താവിനോട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിന്റെ ഫലം. That is possible only if you consistently grow. തുടർമാനമായി നമ്മൾ വളർന്നാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. Can you imagine a tree that is, can you imagine a plant that is planted in a garden? നമുക്ക് ഒരു ചെടിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു ചെടിയെ ചിന്തിക്കാം. It is beginning to grow. ഇത് വളരുകയാണ്. It puts forth its root, it puts forth its branches, the leaves are coming. അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഊന്നി അതിന്റെ ഇലകൾ പുറപ്പെട്ടു, ബ്രാഞ്ചസ് വരുന്നു. Suddenly you pluck it out. പെട്ടെന്ന് അതിനെ പിഴുതാൽ, and then you put it in another garden. വേറൊരു ഗാർഡനിൽ അതിനെ നട്ടാൽ, again we try to grow it. വീണ്ടും വളർത്തു ഇച്ചിരി. again you pluck it out. വീണ്ടും അതിനെ പിഴുതു. and then you put it in another garden. വേറൊരു തോട്ടത്തിൽ വെച്ചു. will you grow? അത് വളരുമോ? സ്തോത്രം. Absolutely, pastor. What he said is you can be frustrated അതിനെ വളരെ നിരാശയായി തോന്നും. because it cannot grow. അത് വളരാൻ പറ്റില്ല. Consistency, precious people, consistency. ആമേൻ. is the watchword. Consistency. ആമേൻ. തുടർമാനമായ നിലനിൽപ്പ്, അതാണ് നമുക്കുള്ള വചനം. Stay. നിൽക്കുക. God will give you growth. ദൈവം നിങ്ങൾക്ക് വളർച്ച തരും. and Isaiah 26:3, let me give you a promise concerning this word. ഈ വചനത്തെ സംബന്ധിച്ച് ഒരു വാഗ്ദാനം ഞങ്ങൾക്ക് തരാം. Isaiah 26:3, what does it say? യെശയ്യാവ് 26:3. That's a promise for those of us who are consistent. All of us are consistent. I thank God. നമ്മളെല്ലാം സ്ഥിരതയുള്ളവരാണ്. സ്ഥിരതയുള്ളവർക്ക് കർത്താവ് തരുന്ന വാഗ്ദത്തമാണത്. That's a promise for you. അത് നമുക്കുള്ള വാഗ്ദത്തം. It's a beautiful word. മനോഹരമായ വചനമാണ്. Isaiah 26:3. ആമേൻ. Hallelujah. Look at that. അത് മതി അമ്മ, അത് മതി, ആദ്യത്തെ വാക്യം മതി. Just say in Malayalam. സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കാൻ കർത്താവ് അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. You are at absolute peace. ആമേൻ. Because you have a steady mind. നമുക്ക് സ്ഥിരതയുള്ളത് കൊണ്ട് ഏത് സമയത്തും നമുക്ക് പൂർണ്ണ സമാധാനം കാണും. We are not people to be, caught to and fro by the different doctrines of the world. ലോകത്തിന്റെ വിവിധ ഉപദേശങ്ങളാൽ നമ്മൾ ആടി ഉലയുന്നവരായിരിക്കത്തില്ല. Christianity has so many doctrines. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് പലതരം ഉപദേശം പ്രചരിപ്പിക്കും. Oh yes, many kinds of doctrine. പലതരത്തിലുള്ള ഉപദേശങ്ങൾ. I tell you, stand firm and strong in the doctrine given by the Holy Ghost in the Bible. Hallelujah. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിൽ നമുക്ക് നൽകപ്പെട്ട ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. Don't turn to the left or to the right. അതിനോ അവിടെ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. If you have a confusion, say, Lord Jesus, what does it say in the Bible? ഒരു കാര്യത്തിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ഇതിനെ എനിക്ക് മനസ്സിലാക്കി തരണം, ദൈവവചനം എന്താണ് പറയുന്നത്? What is it said in what does the Bible say about such and such a thing? ഇന്ന കാര്യത്തെ പറ്റി ദൈവവചനം എന്ത് പറയുന്നു? I tell you, a lot of things are written straight away in the Bible. അനേക കാര്യങ്ങൾ നേരിട്ട് നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. If it is not written, then talk to your pastor.
അത് എഴുതിയിട്ടില്ലെങ്കിൽ പാസ്റ്ററോട് ചോദിക്കുക. And if pastor is not available, you can do touch your conscience and see, does it go along with my conscience? പാസ്റ്റർക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. Why do I talk about the conscience? ഞാൻ എന്തുകൊണ്ടാണ് മനസാക്ഷിയെ 1 പറ്റി പറയുന്നത്? Timothy 1:19. 1 Timotheus 1:19. ഹല്ലേലൂയ. 1 തിമോത്തി 1:19. Check that out. Yes, quickly. Whoever gets it first, read it. ഹല്ലേലൂയ. 1 Timothy 1:19. ആമേൻ. Thank you, Jesus. Yes. Thank you, Lord. Look at that. Your faith is kind of dependent on your good conscience. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മുടെ നല്ല മനസാക്ഷിയിൽ ആശ്രയിച്ചിരിക്കുന്നു. Do you know where you and I get the good conscience? എവിടുന്നാണ് നമുക്ക് നല്ല മനസാക്ഷി കിട്ടുന്നതെന്ന് അറിയാമോ? Baptism in water is an appeal to God for a good conscience. ആമേൻ. വെള്ളത്തിലുള്ള സ്നാനം നല്ല മനസാക്ഷിക്കായുള്ള ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ്. Hallelujah. The day you were baptized in water by faith, God imparts on you a good conscience. ഹല്ലേലൂയ. നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ ദൈവം നമ്മളൊരു നല്ല മനസാക്ഷി നമ്മളിലേക്ക് പകരും. So if you want to know where you're going, one of the areas to check is your conscience. ഹല്ലേലൂയ. നമുക്ക് വഴി അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു വഴി നമ്മുടെ തന്നെ മനസാക്ഷിയോട് ചോദിക്കും. And the Holy Spirit can lead you. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. All these things must bring you into consistency with God. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം കർത്താവുമായുള്ള നടപ്പിൽ നമുക്ക് സ്ഥിരത കൊണ്ടുവരണം. Now many people ask me, ചിലർ എന്നോട് ചോദിക്കും, Pastor, how can we hear God's word? പാസ്റ്റർ ഞങ്ങൾക്ക് എങ്ങനെ ദൈവത്തിനെ കേൾക്കാൻ പറ്റുന്നത്? Now some of you are getting very restless this morning. Let's come back to concentrating with the Lord, please. ഹല്ലേലൂയ. We can ask God, how can we listen to God's word? How can we hear God speaking? ഹല്ലേലൂയ. നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പക്ഷേ ചോദിച്ചേക്കാം, കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാകും? Let me tell you something. ഞാൻ പറയാം. Let's say I want to talk. Let me demonstrate this. I want to talk to somebody. ഞാനിത് കാണിക്കാം നിങ്ങളെ. Let's say Jason wants to tell me something. Come on, Jason. ജേസനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. Okay. If Jason has come on, he's coming to talk to me, but I keep moving like this. ജേസൻ എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരും, ഞാൻ ഇങ്ങനെ ഓടിപ്പോയാൽ how can he speak to me? എന്നോട് സംസാരിക്കാൻ എങ്ങനെ പറ്റും? If he has to speak to me, I have to be steady. ആമേൻ. ഈ മകൻ എന്നോട് സംസാരിക്കാൻ ഞാൻ സ്ഥിരമായി I നിൽക്കണം. have to stay. ഞാൻ നിൽക്കണം. Thank you, Pastor. Be still ആമേൻ. and know that I am God. കർത്താവ് പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയണം. That's the beauty of consistency. അതാണ് സ്ഥിരതയുടെ പ്രത്യേകത. Why do we come Sunday after Sunday after Sunday after Sunday after Sunday? Why? ഓരോ ഞായറാഴ്ച വീണ്ടും വീണ്ടും തുടർന്ന് നമ്മൾ എന്തിനാ വരുന്നത്? Consistency, steadiness has a great thing in making us grow. നമ്മൾ വളരുന്നതിൽ സ്ഥിരത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. So the second word this morning that we heard is they continued steadfastly in the apostles' doctrine. നമ്മൾ രണ്ടാമത് പഠിച്ച വാക്ക് ഹല്ലേലൂയ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിലനിന്നു. I want to tell you, bring you again to the New Testament times, the early New Testament times. വീണ്ടും ആദിമ പുതിയ നിയമ സമയത്തേക്ക് നമ്മൾ These മടങ്ങുക. apostles were ordinary fishermen. ഈ അപ്പോസ്തലന്മാർ സാധാരണ മുക്കുവന്മാരാ. And they were baptized in the Holy Ghost. അവർ പരിശുദ്ധാത്മ സ്നാനം They പ്രാപിച്ചു. were walking with Jesus for 3.5 years. 3.5 വർഷം യേശുവിനോട് നടന്നവരാ. Now they had an authority which they got from heaven. ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ലഭിച്ച ഒരു അധികാരമുണ്ട്. A lot of people came inside. അനേകർ ദൈവസഭയിലേക്ക് വന്നു. And they were beginning to question the apostles. അവരിപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുക. In Acts chapter 6, you can see that there were different kinds of people. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ പലതരത്തിലുള്ള ആളുകളെ കാണാം. There were different forms of doctrine even in the first century. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. But the believers, they continued steadfastly in the doctrine of the apostles. എന്നാൽ വിശ്വാസികൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിലനിന്നു. Let me tell you something about the apostles' doctrine. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പറ്റി പറയാം. What is the speciality of the doctrine of the apostles? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ പ്രത്യേകത എന്താണ്? What is the speciality of the doctrine of the apostles? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ പ്രത്യേകത എന്താണ്? What is the speciality of the doctrine of the apostles? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ പ്രത്യേകത എന്താണ്? Number one, ഒന്നാമത്, they knew their doctrine in their life. ഒന്നാമത് ഈ അവരുടെ ഉപദേശം അവരുടെ ജീവിതത്തിൽ അവർ തിരിച്ചറിഞ്ഞു. Somebody shout an amen. ഹല്ലേലൂയ. You can go to a Bible college, you can live like a fool, and you can come back and start teaching the word of God. Nothing will happen. ആമേൻ. ഒരു ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിച്ചിട്ട് ഹല്ലേലൂയ മണ്ടനെ പോലെ വന്നിട്ട് നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണമെന്നില്ല. You can go to a Bible college and get involved in politics and start teaching the people. They will become politicians. That is happening right now in the country where I come from. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിച്ചിട്ട് രാഷ്ട്രീയം തുടങ്ങാം. അത് കഴിഞ്ഞ് രാഷ്ട്രീയക്കാരെ പോലെ പെരുമാറാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. Can you imagine Bible colleges fighting with one another and writing on walls like they do in elections? In Bible colleges, Pentecostal Bible colleges, I don't want to have anything to do with them. Sorry. ആമേൻ.
പെന്തക്കോസ്റ്റൽ ബൈബിൾ കോളേജുകളിൽ പരസ്പരം രാഷ്ട്രീയക്കാരെ പോലെ പരസ്പരം കുറ്റം എഴുതുന്ന ബോർഡുകളും ഭിത്തികളുമുണ്ട്. അങ്ങനെയുള്ള യാതൊരു കാര്യമായിട്ട് നമുക്ക് ബന്ധമില്ല. That is not apostles' doctrine. അതല്ല അപ്പോസ്തലന്മാരുടെ That is the ഉപദേശം. devil's doctrine. അത് പിശാചിന്റെ തത്വമാണ്. Because there is no life there. കാരണം അവിടെ ജീവനില്ല. Unless you have a living relationship with God, no matter however much you may fill your mind with ideas and theologies, it will not bring a change in your ministry. ആമേൻ. യേശു തരുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ എത്ര നമ്മുടെ മനസ്സ് അറിവ് കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ചീർത്തിരുന്നാലും അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ഒരു പ്രയോജനവുമില്ല. That is the mark of the apostles' doctrine. അതാണ് അപ്പോസ്തലന്മാരുടെ Somebody shout an amen. ഹല്ലേലൂയ. I want to tell you from 1 Timothy chapter 4 verse 16. Again I'm going to tell you what true doctrine is. 1 തിമോത്തി 4:16 എന്താണ് ശരിയായ ഉപദേശം എന്ന് പറയാം. Take doctrine does not come from Bible colleges. My doctrine comes from the one who sends me, said the Lord. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ നിന്നല്ല, എന്നെ അയച്ച എൻ്റെ ദൈവത്തിൽ നിന്നാണ് എൻ്റെ ഉപദേശം വരുന്നത്. Isaiah 29 says, my doctrine shall come down as a rain. ഹല്ലേലൂയ. സ്തോത്രം. മഴ പോലെ എൻ്റെ ഉപദേശം പുറപ്പെടുമെന്ന് യെശയ്യാ 29 പറയുന്നു. Doctrine is something that you receive from your heavenly Father when you walk with him in holiness. വിശുദ്ധിയിൽ ദൈവത്തോട് നടക്കുമ്പോൾ സ്വർഗ്ഗീയ പിതാവിൽ നമുക്ക് ലഭിക്കുന്നതാണ് ശരിയായ ഉപദേശം. That is why in 1 Timothy 4:16 Paul says like this. അതുകൊണ്ടാണ് 1 തിമോത്തി 4:16 അപ്പോസ്തലൻ Paul was a teacher. അപ്പോസ്തലൻ But പഠിപ്പിക്കുന്നവനായിരുന്നു. Paul was imparting something to Timothy, his disciple. പൗലോസ് തന്റെ ശിഷ്യനായ തിമോത്തിയോസിലേക്ക് ചിലത് പകരുകയാണ്. And Paul said, my son Timothy, എന്റെ മോനെ തിമോത്തിയെ, take care of yourself and your doctrine. നിന്നെയും നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം. My son Timothy, take care of yourself first. എന്റെ മകനെ, നീ ഒന്നാം നിന്നെ സൂക്ഷിക്കണം. Take care that your eyes do not sin. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കണ്ണുകൾ പാപം ചെയ്താൽ നീ Take ഉറപ്പാക്കണം. care that you do not sin in your heart. നിന്റെ ഹൃദയത്തിൽ പാപം ചെയ്താൽ നീ Keep ഉറപ്പാക്കണം. a holy life. നീ വിശുദ്ധ ജീവൻ നയിക്കണം. Don't get involved in politics. പൊളിറ്റിക്സിൽ ചേരരുത്. Keep away in holiness. വിശുദ്ധിക്ക് വേണ്ടി വേർതിരിയണം. Come to me every day and night and pray. എന്റെ അടുത്ത് വന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. Then when you open your mouth, എന്നിട്ട് നീ വാതിറക്കുമ്പോൾ I shall fill it. ഞാൻ അതിനെ നിറയ്ക്കും. Somebody shout an amen. ഹല്ലേലൂയ. That is the true mark of the apostles' doctrine. അതാണ് ശരിയായ അപ്പോസ്തലിക ഉപദേശത്തിന്റെ Your പ്രത്യേകത. anointing does not come from your Bible college. Your anointing comes from the Lord God of heaven who sent his son Jesus Christ into the world. ആമേൻ. ബൈബിൾ കോളേജിൽ നിന്നല്ല നിങ്ങളുടെ അഭിഷേകം വരുന്നത്, തന്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി തന്ന സ്വർഗ്ഗീയ പിതാവിൽ നിന്നാണ് നിങ്ങളുടെ അഭിഷേകം ദൈവം I am not തരുന്നത്. against Bible colleges or seminaries. There are good ones too. ഞാൻ ബൈബിൾ കോളേജിൽ സെമിനാരി But I tell you, the person who teaches you must have a life full of holiness. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, നിങ്ങളെ പഠിപ്പിക്കുന്ന വ്യക്തി ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധിയുള്ള ഒരു വ്യക്തിയായിരിക്കും. Somebody say, I ആമേൻ. understand this. മനസ്സിലായി എന്ന് പറയാം. Stand fast in the apostles' doctrine. അപ്പോസ്തലന്മാരുടെ ഉപദേശം I നിലനിൽക്കണം. come from India, Kerala, where they speak Malayalam. മലയാളം സംസാരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് വന്നാണ് ഞാൻ. I am proud of that little nation, that little capital, that little state of Kerala. കേരള സംസ്ഥാനത്തെ പറ്റി എനിക്ക് വളരെ You know അഭിമാനമുണ്ട്. what I am happy about? എന്താണ് അഭിമാനം? Approximately 75-80 years ago, ഒരു 75 വർഷത്തിന് മുമ്പ് the Holy Spirit came upon some people there in that land. അവിടെയുള്ള ചിലരുടെ മേൽ The പരിശുദ്ധാത്മാവ് വന്നു. Pentecostal movement started in Kerala like that. കേരളത്തിൽ അങ്ങനെയാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം തുടങ്ങിയത്. Genuine men of God, യഥാർത്ഥ ദൈവമക്കൾ, really separated from the world and sin and the flesh. ലോകത്തിൽ നിന്നും പാപത്തിനും ജഡത്തിൽ നിന്നും വേർപെട്ടവർ. They were baptized in the Holy അവർ Ghost. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു. God took them to the ends of the world, അവരെ ലോകത്തിന്റെ അറുതി വരെ ദൈവം കൊണ്ടുപോയി. and new churches were planted. പുതിയ സഭകൾ Many സ്ഥാപിക്കപ്പെട്ടു. souls came into the kingdom of God. അനേക ആത്മാക്കൾ ദൈവരാജ്യത്തിലേക്ക് വന്നു. That is the apostles' doctrine. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. Even in this generation, God is raising up men like that. ഈ തലമുറയിൽ ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തുകയാണ്. Men and women who will not compromise. ഹല്ലേലൂയ. പുരുഷന്മാരും സ്ത്രീകളും കോംപ്രമൈസ് ചെയ്യാത്തവർ. Find out people like that അങ്ങനെയുള്ളവരെ and കണ്ടുപിടിക്കണം. submit to doctrines like that. അങ്ങനെയുള്ള ഉപദേശങ്ങൾ കീഴടങ്ങണം. People, are you listening to what I'm saying? ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? Be consistent in the apostles' doctrine. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ സ്ഥിരത കാണിക്കുക. When we do that, അത് ചെയ്യുമ്പോൾ let's see what's the next thing. അടുത്ത കാര്യം, The first thing we heard gladly. The second thing is continuously, consistently. ഒന്നാമത് നമ്മൾ സന്തോഷത്തോടെ കൈക്കൊണ്ടത് കേട്ടു. രണ്ടാമത് സ്ഥിരത കേട്ടു. മൂന്നാമത് Fellowship. കൂട്ടായ്മ ആചരിച്ചു. First, the right doctrine. Second, the fellowship. And the third thing is breaking of bread and prayers. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത് ശരിയായ ഉപദേശം, പിന്നീട് കൂട്ടായ്മ, പിന്നീട് അപ്പം നുറുക്കൽ, പ്രാർത്ഥന. Four things. Now I'm going to stay there. അവിടെ നിൽക്കാൻ പോവുകയാണ്. You need to have the apostles' doctrine. അപ്പോസ്തലന്മാരുടെ ഉപദേശം ആവശ്യമാണ്. Second thing, you need to have fellowship. രണ്ടാമത് കൂട്ടായ്മ വേണം. Fellowship. കൂട്ടായ്മ. A fellowship is not two people being together. രണ്ടുപേർ ഒന്നിച്ചിരിക്കുന്നതല്ല A കൂട്ടായ്മ. fellowship is two people agreeing with one another. പരസ്പരം രണ്ടുപേർ ഐക്യമത്യപ്പെട്ടിരിക്കുന്നതാണ് That is the കൂട്ടായ്മ. difference between a club and a fellowship in a church. അതാണ് ഒരു സഭയിലെ കൂട്ടായ്മയും ക്ലബും തമ്മിലുള്ള Turn to വ്യത്യാസം. somebody and say, yes, I'm getting something this morning.
അടുത്തൊരാളുടെ തിരിഞ്ഞു പറയുക, ഇന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. Something is coming to me this morning. ഇന്ന് പകൽക്കാലം എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. Fellowship is not a club culture. Fellowship is two people agreeing upon something. കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ക്ലബ് കൾച്ചർ അല്ല. You can go to a club, ക്ലബ്ബിൽ പോകാൻ പറ്റും. pay $20, you may get a membership. $20 കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടും. They do that in churches today. അത് സഭയിലും കിട്ടും. You give some money every month, you pay something, they'll give you membership. ഓരോ മാസം എന്തെങ്കിലും കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടും. Membership does not give you fellowship. മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കൂട്ടായ്മ തരത്തില്ല. If you want to have fellowship, you must agree with each other. നിങ്ങൾക്ക് കൂട്ടായ്മ വേണമെങ്കിൽ പരസ്പരം And church is a place where people agree with one another. ഹല്ലേലൂയ. പരസ്പരം ആളുകൾ ഐക്യമെത്തിപ്പെടുന്ന സ്ഥലമാണ്. There is a power in agreement. ഹല്ലേലൂയ. ആളുകൾ യോജിക്കുന്നതിൽ ഒരു ശക്തിയുണ്ട്. That is why husbands and wives must pray together. There's a power in agreement. അതുകൊണ്ടാണ് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടത്. That is why the church and the pastors must pray together. There is a power of agreement. അതുകൊണ്ടാണ് സഭയും പാസ്റ്ററും ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതിലൊരു ശക്തിയുണ്ട്. Hallelujah. Amos 2:3 says like this. ആമോസ് 2:3 ഇങ്ങനെ പറയുന്നു. If two people are not agreed, how can they walk together? രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റുമോ? And two people agree together in a church. രണ്ടുപേർ സഭയിൽ ഒന്നിച്ച് ഐക്യമെത്തിപ്പെടും. That is why we have fellowship in a church. അതുകൊണ്ടാണ് സഭയിൽ നമുക്ക് കൂട്ടായ്മ. That is what we are talking about here. അതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. Turn to somebody next to you അടുത്തൊരാളോട് പറയുക, and say, I agree with you. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. Say that. അങ്ങനെ പറയുക. I do agree with you. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. Hallelujah. Amen. We have different ideas. നമുക്ക് പല ആശയങ്ങളുണ്ട്. We have different personalities. വ്യത്യസ്തമായ We വ്യക്തിത്വങ്ങളുണ്ട്. are from different backgrounds. നമുക്ക് വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളുണ്ട്. But we agree. എങ്കിലും നമ്മൾ യോജിക്കുന്നു. Hallelujah. Amen. Say one more thing. ഒരു കാര്യം കൂടി You know what we agree upon? എന്തിലാ നമ്മൾ യോജിക്കുന്നത്? I don't agree if you go and sin. Sorry. നീ പോയി പാപം ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കല്ല. I don't agree if you go and love the world. Sorry. ലോകത്തെ സ്നേഹിക്കുന്നതിനുള്ള എഗ്രിമെന്റ് അല്ല. I don't agree if you are busy in backbiting and gossiping and politicking in the church. No. പരദൂഷണം പറയുന്നതിലും മറ്റുള്ളവരുടെ കുറ്റം ആരോപിക്കുന്നതിലും ഉള്ള യോജിപ്പല്ല. Sorry, I don't agree with you in that. അതിൽ ഞാൻ യോജിക്കുന്നില്ല. But I agree with you about one thing. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് യോഗ്യത. I agree with you about one person. ഒരു വ്യക്തിയെ പറ്റി ഞാൻ നിങ്ങളുമായി യോജിക്കുന്നു. His name is Jesus. ആ വ്യക്തിയുടെ പേര് യേശുക്രിസ്തു. I agree with you in everything that he did and has done is yes and amen in Christ Jesus. ആമേൻ. യേശു നമുക്ക് വേണ്ടി ചെയ്ത എല്ലാം, അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം എന്ന് തന്നെയാണ് ക്രിസ്തു യേശു. അതിനോട് ഞാൻ യോജിക്കുന്നു. I agree with that. ഞാൻ അതിനോട് യോജിക്കുന്നു. There is a power in agreement. ഐക്യതയിൽ ഒരു The ശക്തി. Bible says if 2 or 3 are gathered in my name, ആമേൻ. and if they are agreed on concerning anything under the sun, I will do it for them. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, 2-3 Come on. നാമത്തിൽ ഒന്നിച്ചുകൂടി ഐക്യമെത്തിയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. It is not possible in a club അത് ക്ലബ്ബിൽ where സാധ്യമല്ല. they teach about membership. അവിടെ മെമ്പർഷിപ്പിനെ പഠിപ്പിക്കും. Did you take your membership, brother? സഹോദരാ, നീ മെമ്പർഷിപ്പ് എടുത്തോ? Did you take your membership, sister? സഹോദരി, നീ മെമ്പർഷിപ്പ് Did എടുത്തോ? you put the money in the money box for your membership, brother? ഓ, മെമ്പർഷിപ്പ് പണത്തിൽ നിക്ഷേപിച്ചോ? Before the election comes, please renew your membership. ഇലക്ഷൻ വരുന്നതിന് മുമ്പേ മെമ്പർഷിപ്പ് പുതുക്കണം. Not in this church. ഈ സഭയിൽ അങ്ങനെയല്ല. This church we have elected people ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. known to God. ദൈവത്തെ Somebody അറിയപ്പെട്ടവർ. shout an amen. ആമേൻ. ഹല്ലേലൂയ. Yes, we are not interested in elections. നമ്മൾ ഇലക്ഷനിൽ നമുക്ക് You താല്പര്യമില്ല. can put it outside. അത് വെളിയിൽ വെക്കാം. If you want to, is there a trash bin somewhere here? ട്രാഷ് ഉണ്ടോ? In the back, that is the place for elections and politics in this church. പുറത്ത് ഒരു ട്രാഷ് ബാഗ് ഉണ്ട്, ഇലക്ഷൻ You പൊളിറ്റിക്സ് can put it there. അവിടെ ഇടാം. We are talking about another election. വേറെ ഇലക്ഷനെ പറ്റി നമ്മൾ പറയുന്നു. We talk about election from God. ദൈവത്താലുള്ള തിരഞ്ഞെടുപ്പിനെ പറ്റി. We are interested in seeing people elected into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. We are interested in seeing people selected from the kingdom of God. ദൈവരാജ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനെ പറ്റി. We have no time for politics. രാഷ്ട്രീയത്തിൽ നമുക്ക് സമയമില്ല. Politics is where they bring in, this membership. അല്ലല്ല, രാഷ്ട്രീയം ഉള്ളിടത്താണ് മെമ്പർഷിപ്പ് വരുന്നത്. But we are talking about fellowship. നമ്മൾ കൂട്ടായ്മയെ പറ്റി പറയുന്നു. Between you and your brother, there is somebody called Jesus Christ. ആമേൻ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനും ഇടയിൽ വേറൊരു വ്യക്തി Do you know in all the chairs there are angels sitting where there are no people? There are angels sitting there. Look around, you can see angels. നിങ്ങൾക്കറിയാം, ആളുകൾ ഇരിക്കാത്ത കസേരയിലും ദൈവത്തിന്റെ ദൂതന്മാർ ഇരിക്കുന്നുണ്ട്. And some of these angels put on suit and they put on their saris and all that. Look around you. ചില ഏഞ്ചൽസ് സാരി സൂട്ടും ഒക്കെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. Sometimes at home they may act like demons. Don't worry, God will change them. Hallelujah. But look all around you. There are angels all around you. But more important than that, you have Jesus Christ between a brother and a sister, between a brother and a brother. That is fellowship. ആമേൻ. എന്നാൽ എല്ലാത്തിലും ഉപരിയായി നിങ്ങൾക്ക് ഒരു സഹോദരനും മധ്യത്തിൽ, നിങ്ങൾക്ക് വേറൊരു സഹോദരിക്ക് മധ്യത്തിൽ യേശു കർത്താവ് ഉണ്ട്. അതാണ് കൂട്ടായ്മ. Do you understand this, people? Praise the Lord. Yes, that's the beauty of fellowship. അതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത. Amen. ആമേൻ. And then you look down and then you see, and then comes the breaking of bread. ഹല്ലേലൂയ. പിന്നീടാണ് അപ്പം നുറുക്കലിനെ പറ്റി പറയുന്നത്.
In a club again, they can pass all this bread to you. They can, you need to go to the bar and you can order some food and they will give you some food. That also can be, not in the church. ഹല്ലേലൂയ. ഒരു ക്ലബ്ബിലോ ബാറിലോ പോയാൽ അവിടെ ഇങ്ങനെ ഭക്ഷണം അവരിങ്ങനെ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയല്ല സഭയിൽ. That's not the way bread is broken in church. ഹല്ലേലൂയ. അങ്ങനെയല്ല സഭയിൽ അപ്പം നുറുക്കുന്നത്. The breaking of bread, it comes after fellowship. ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്ക് ശേഷമാണ് അപ്പം നുറുക്കുന്നത്. You should have a fellowship with God. ദൈവവുമായി ഒരു കൂട്ടായ്മ ആദ്യം. You should have a fellowship with your brother and sister. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ കൂട്ടായ്മ വേണം. Then comes the breaking of bread. അതിന് ശേഷം അപ്പം നുറുക്കണം. Do you know why? എന്തുകൊണ്ടാണ്? Because we are breaking his body. കാരണം കർത്താവിന്റെ ശരീരമാണ് നമ്മൾ Or നുറുക്കുന്നത്. rather, his body that is already broken for us. We are remembering what he has done for us. കർത്താവിന്റെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. We are thanking God for all that he has done for us. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തതിനെല്ലാം നമ്മൾ നന്ദി പറയുക. If you say I can't fellowship with that fellow and I can't fellowship with this fellow and I am somebody very holy and holy and holy and all the other people in the world are sinners and they're bad people, I need to rethink. ഹല്ലേലൂയ. ഇന്നാരുമായിട്ട് എനിക്ക് കൂട്ടായ്മ ആചരിക്കാൻ പറ്റത്തില്ല, ഇന്നാരെല്ലാം നല്ലവരല്ല, അവർ പാപികളാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെ പുനർചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. We can be in serious trouble. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഗുരുതരമായ Fellowship is not just with brothers and sisters inside the church. കൂട്ടായ്മ എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലുള്ള സഹോദരി സഹോദരന്മാരുടെ മാത്രമല്ല. No. Fellowship is with having a clean conscience concerning any brother or sister in the name of Jesus. ആമേൻ. കൂട്ടായ്മ എന്ന് പറയുന്നത് ഏതൊരു സഹോദരനോടോ സഹോദരിയോടോ യേശുക്രിസ്തുവിൽ കൂടി ഒരു നല്ല മനസ്സാക്ഷി ഉള്ള അനുഭവമാണ്. We have a clean conscience. നമുക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ട്. With anyone. ആരുമായിട്ടും. Some people may not want to fellowship with us. ചിലർക്ക് നമ്മളോട് കൂട്ടായ്മ കൂടാൻ ഇഷ്ടമില്ല. That's all right. We love people anyway. They don't want to come, that's okay. They want to come, that's okay with us. അവർക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. But we hold no ill will against anyone. എന്ത് തന്നെ ആയാലും മറ്റുള്ളവർക്കെതിരെ We want to bless them and we want to desire only good for them. ആർക്കും എതിരെ നമ്മളിൽ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. എല്ലാവരെയും അനുഗ്രഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. And then finally, അവസാനമായി they consistently prayed. അവർ നിരന്തരം പ്രാർത്ഥിച്ചു. Prayer is something that again we do consistently and continuously. നമ്മൾ തുടർന്നും എപ്പോഴും ചെയ്യേണ്ടതാണ് പ്രാർത്ഥന. We break bread and pray. നമ്മൾ അപ്പം നുറുക്കി പ്രാർത്ഥിക്കും. And they used to pray in churches. അവർ സഭകളിൽ പ്രാർത്ഥിച്ചിരുന്നു. In the early Christian days. ആദിമ ക്രിസ്തീയ സഭകളിൽ. Today if you pray in church, they say prayer is for cell meeting and breaking of bread is for Sunday morning. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ സഭയിൽ പ്രാർത്ഥിച്ചാൽ ചിലർ പറയും ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥന സെൽ മീറ്റിംഗിലും ഞായറാഴ്ചയാണ് അപ്പം നുറുക്കേണ്ടതെന്നൊക്കെ പറയും. We are going to pray. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. God has called us to pray. പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ വിളിച്ചു. I've told you 6 things today. 6 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. Hallelujah. May these things go into our heart, into our spirit this morning. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ആഴത്തിൽ ഇറങ്ങട്ടെ. Let the Lord begin to do a work there. അവിടെ കർത്താവ് നിങ്ങളുടെ ഒരു പ്രവൃത്തി ചെയ്യട്ടെ. We are, as I told you today, it so happened that we have come on a day when we are breaking bread systematically. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഒന്നാമത്തെ ആഴ്ചകളിൽ നമ്മൾ അപ്പം നുറുക്കാറുണ്ട്. I want you to know this is not a compulsory rule in this church. ഈ സഭയിൽ ഒരു നിർബന്ധമായിട്ടുള്ള നിയമമല്ല. 2, this is between you and God. രണ്ടാമത് നിങ്ങളും ദൈവമായിട്ടുള്ള ഒരു കാര്യമാണ്. You feel you are not ready for it, no problem, no offense taken, you don't have to. നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് യാതൊരു ഒഫൻസിന്റെ ആവശ്യമില്ല. You can always come to church and you can be part of the church, but you don't think, no pastor, I don't feel to be part of. That's okay with me. That's all right with me. ആമേൻ. നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങൾ സഭയിൽ വരുന്നവരായിരിക്കാം, എന്നാൽ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ദൈവമായിട്ടുള്ള കാര്യം. Our ministry will continue, my ministry will continue. We love you. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. And we don't want you to feel embarrassed because you came to church, you have to be part of it. No, nothing like that. ഹല്ലേലൂയ. സഭയിൽ വന്നു ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊരു മോശമോ നാണക്കേടോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. There's no such thing like that. അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. Those who want to partake of this, ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, remember you have a great responsibility upon your life. ഓർക്കണമേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. The table is of the Lord. ഈ മേശ ഒരു മനുഷ്യന്റേതുമല്ല, കർത്താവിന്റേത്. Not at all a joke. ഇതൊരു തമാശയായി എടുക്കേണ്ട കാര്യമല്ല, ലാഘവബുദ്ധിയോടെ എടുക്കേണ്ടതല്ല. It is not a joke. ഇതൊരു ലാഘവബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമല്ല. You are reminding yourself of a covenant with God. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവുമായുള്ള ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. It's a covenant. അതൊരു ഉടമ്പടിയാണ്. Jesus died on the cross. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. God opened the door of a covenant. ദൈവം ഒരു ഉടമ്പടിയുടെ വാതിൽ നമുക്കായി തുറന്നു. You walk into the covenant. നമ്മൾ ആ ഉടമ്പടിയിലേക്ക് നടക്കുക. You said, Lord, you
died on the cross for me, I agree, I submit, I say yes to that. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചു, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അങ്ങ് ഒരു വാതിൽ എനിക്കായി തുറന്നു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, ഞാൻ അതിലേക്ക് വരികയാണ്. When I enter into covenant with God, ഞാൻ ദൈവവുമായി ഉടമ്പടിയിൽ വരുമ്പോൾ I am saying indirectly, മറ്റൊരു പരോക്ഷമായി ഞാൻ ഇങ്ങനെ പറയുകയാണ്, Lord, whatever is said in the word of God, I am going to obey that. കർത്താവേ അങ്ങയുടെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഞാൻ അതിനെ അനുസരിക്കണം. Whatever you say in the word, ദൈവവചനത്തിൽ എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും I am ready to obey it. ഞാൻ അതനുസരിക്കാൻ ഒരുക്കമാണ്. സ്തോത്രം. Thank you, Jesus. That's the culture of the covenant. അതാണ് ഈ ഉടമ്പടിയുടെ സംസ്കാരം. And breaking of bread is a part of that. അപ്പം നുറുക്കൽ അതിന്റെ ഒരു ഭാഗമാണ്. You cannot take it outside and show it as a particular thing. ഒരു പ്രത്യേക കാര്യമായി പുറത്ത് നിങ്ങൾക്ക് അതിനെ കാണിക്കാൻ പറ്റത്തില്ല. Do you have a submissive heart before God? ദൈവത്തിന്റെ മുമ്പാകെ കീഴടങ്ങുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? Are you submissive to one another? പരസ്പരം നിങ്ങൾ കീഴടങ്ങുന്നവരാണോ? Have you obeyed the commandments of the Lord to the best of your ability? നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ദൈവകൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? Are you ready to ask God forgiveness if you have not done some of it? ചില കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? And are you ready to practice those commandments in your life every day? ഓരോ ദിവസങ്ങളിലും ദൈവകൽപ്പനകൾ നിങ്ങൾ അനുസരിക്കാൻ ഒരുക്കമാണോ? You can be part of the table. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കാളിലാകാം. But if you feel in your heart, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപക്ഷേ ഇങ്ങനെ I തോന്നുന്നു, don't agree with the whole Bible, ദൈവവചനം പൂർണ്ണമായി ഞാൻ I'm അംഗീകരിക്കുന്നില്ല, not ready to agree to what God says, ദൈവം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, then talk to God. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. Because the table, God loves the table for those who are very submissive to God. കാരണം ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഈ മേശ സ്ഥാപിച്ചിരിക്കുന്നത്. Maybe you could not obey all the commandments. ഒരുപക്ഷെ എല്ലാ കൽപ്പനയും അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. That is all right, അത് കുഴപ്പമില്ല. provided എന്നാൽ you are ready to obey. നിങ്ങൾ അനുസരിക്കാൻ ഒരുക്കമാണ്. Or maybe you did not know the truth, ഒരുപക്ഷെ നിങ്ങൾക്ക് സത്യം അറിയത്തില്ല, but now you know ഇപ്പോൾ സത്യം and അറിയാം, you are moving towards that. നിങ്ങൾ അതിലേക്ക് നടക്കുകയാണ്. That is acceptable. അത് സ്വീകാര്യമാണ്. But if you deny even the slightest commandment in the word, എന്നാൽ ദൈവത്തിലെ ഒരു ചെറിയ കൽപ്പന പോലും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നു, or you look down on it, നിങ്ങൾ അതിനെ ശരിയല്ല എന്ന് അതിനെ താഴ്ത്തി കാണുന്നു. this morning I want you to come to the presence of God and tell him, Lord, I am ready to take on the whole counsel of God. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങയുടെ ആലോചന ഞാൻ പൂർണ്ണമായി സ്വീകരിക്കാൻ ഒരുക്കമാണ്. ദൈവത്തോട് പറയണം, Whatever you tell me, I am ready to do. അങ്ങനോട് എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യുവാൻ ഒരുക്കമാണ്. Anything in the word of God ദൈവവചനത്തിലുള്ള എന്തും is a commandment which I have to follow. അത് ഞാൻ അനുസരിക്കേണ്ട കൽപ്പനയാണ്. And I want to be married to Christ. എനിക്ക് ക്രിസ്തുവിനോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടണം. We will be bringing the elements to you. ഞങ്ങൾ അപ്പവും വീഞ്ഞും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. Whether you should take it or not is your choice. അതിൽ നിങ്ങൾ പങ്കാളിലാകുകയോ ആകാതിരിക്കുകയോ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. We don't stop anybody. ആരെയും ഞങ്ങൾ തടയാറില്ല. We have educated you, we have told you. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പഠിപ്പിച്ചു പറഞ്ഞു. And before we move into that, അതിലേക്ക് പോകുന്നതിന് മുമ്പ് we're going to spend time in prayer. അല്പസമയം പ്രാർത്ഥനയിൽ നമുക്ക് ചിലവഴിക്കാം. You're going to pray. Take somebody else's burden and pray. മറ്റൊരാളുടെ ഭാരം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. You're going to say, Lord, get somebody to pray for it. There may be people in pain. You may need to forgive somebody. You need to get rid of some difficulties in your life. Just get rid of that and have a clean conscience. If you don't have a clean conscience, say that to the Lord. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരുടെ ക്ഷമിക്കാനുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും നിങ്ങളുടെ നല്ല മനസാക്ഷിക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. ദൈവത്തോട് go with a clean heart. നല്ല ഹൃദയത്തോട് നമുക്ക് അടുത്ത് വരാം. Yes, turn to somebody and start praying. ഒരാളോട് തിരിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. If somebody needs a special prayer, I want you to lift up your hands. One of us will come and pray for you. പ്രത്യേകമായ പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരം ഉയർത്തുക. ഒരാൾ വന്നിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കും. We are interested in promoting the conscience, the good conscience which God gives to his people. ദൈവം തന്റെ മക്കൾക്ക് നൽകിയ നല്ല മനസാക്ഷിയെ നിലനിർത്തുന്നതിലാണ് നമുക്ക് താല്പര്യം. Thank you Jesus. കർത്താവേ. Before I pray, just keep praying. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. I come to you. ഞാൻ അടുത്ത് വരാം. But just for you to judge yourself. നിങ്ങളെ തന്നെ പരിശോധിക്കാൻ. I'm going to read a verse from Proverbs 6. You don't have to take the Bible. Just listen to what I read. ഞാൻ പറയുന്നത് ഞാൻ വായിക്കും, നിങ്ങൾ കേട്ടാ മതി. Thank you, Jesus.
Bible says in Proverbs 6:16, keep reading, I want you to know this. These 6 things does the Lord hate. 6 കാര്യങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. 7 are an abomination unto him. 7 കാര്യങ്ങൾ യഹോവയ്ക്ക് no hurry. 7 കാര്യങ്ങൾ യഹോവയ്ക്ക് അറപ്പാകും. അറപ്പ്, abominations, അറപ്പ്. Okay, yeah. Chapter 6 verse 16. You keep praying, keep praying. We will declare these words over you. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. A proud look, ഗർവമുള്ള കണ്ണ്, a lying tongue, വ്യാജമുള്ള നാവ്, hands that shed innocent blood. കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. That means if you speak evil about somebody when he is innocent, you are responsible before God. കാരണം നിർദോഷിയായ ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ ദൂഷണം സംസാരിച്ചെങ്കിൽ നിങ്ങൾ ദൈവം മുമ്പാകെ കുറ്റക്കാരനാണ്. A heart that deviseth wicked imaginations. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. Feet that are quick in running into mischief. ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാൽ. A false witness that speaks lies. ഓഷ്ക് പറയുന്ന കള്ളസാക്ഷി. And he that soweth discord among brethren. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. If any of these things are applicable to you or me, this morning let us say to the Lord, Lord, cleanse me from these sins. ഈ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കും എനിക്കും ബാധകമാണെങ്കിൽ കർത്താവിനോട് പറയുക, കർത്താവേ ഇന്ന കാര്യത്തിൽ എനിക്ക് വീഴ്ചയുണ്ട്, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. Verse 19 says, 19 വാക്യം പറയുന്നു, a false witness which speaks lies. ഹല്ലേലൂയ. ഓഷ്ക് പറയുന്ന കള്ളസാക്ഷി. And he that soweth discord among brethren. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. Such people God hates. അങ്ങനെയുള്ളവർ ദൈവത്തിന് വെറുപ്പാ. Yes. Now I'm going to read from Psalms 15, which you all know. ഹല്ലേലൂയ. 15 സങ്കീർത്തനം നിങ്ങൾക്ക് അറിയാം, ഞാൻ വായിക്കാൻ പോവുക. The Lord is cleansing us this morning. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ കഴുകുക. What a beautiful thing it is. എത്ര മനോഹരമായ കാര്യമാണ്. It says, Lord, who shall abide in thy tabernacle? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? And who shall dwell in thy holy hill? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും? He that walketh uprightly. ഹല്ലേലൂയ. Thank you, Lord. He that walketh uprightly and worketh righteousness and speaketh the truth in his heart, he that backbiteth not with his tongue, nor doeth evil to his neighbor, nor taketh up a reproach against his neighbor, in whose eyes a vile person is condemned. Amen. But he honoreth them that fear the Lord. Hallelujah. He that sweareth to his own hurt and changeth not. He that putteth not out his money to usury, nor taketh reward against the innocent. Amen. He that doeth these things shall never be moved. Amen. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്ത വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയും. Hallelujah. This morning let us come to that holy hill. ഇന്ന് നമുക്ക് യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിലേക്ക് വരാം. We know that we have been redeemed from the world. നമുക്കറിയാം ലോകത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. And we don't have to be under the law. നമുക്ക് ആ ന്യായപ്രമാണത്തിന് കീഴിലാകേണ്ട കാര്യമില്ല. We are in Christ. നമ്മൾ ഇപ്പോൾ ക്രിസ്തു യേശുവിലാണ്. He has qualified us to move into the holy hill. ആ വിശുദ്ധ പർവ്വതത്തിലേക്ക് പോകുവാൻ അവൻ നമുക്ക് യോഗ്യത തന്നു. Not by our merit, but by his grace. നമ്മുടെ കഴിവോ യോഗ്യതയോ അല്ല, തന്റെ കൃപയാൽ. This morning let us depend and trust in the Lord with all our hearts. ഇന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. Let us say, Lord, I ask you forgiveness if I have been convicted by any of these things. കർത്താവേ, ഈ കാര്യങ്ങളിൽ ഏതിലെങ്കിലും എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു. And I come into the most holy place today. ഇന്ന് ഞാൻ ആ വിശുദ്ധ പർവ്വതത്തിലേക്ക് വരികയാണ്. I want to partake of you, Lord Jesus. കർത്താവേ യേശുവേ, അങ്ങയിൽ എനിക്ക് ഇന്ന് പങ്കാളിയാകണം. Touch and I want to receive from you today. ഓ എന്നെ തൊടണമേ, അങ്ങയിൽ എനിക്ക് പ്രാപിക്കണമേ. I want to be filled from heaven today. ഇന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് നിറവ് എനിക്ക് വേണം. As I partake of this communion with you, അങ്ങയുമായി കൂട്ടായ്മ ഞാൻ ആചരിക്കുമ്പോൾ let there be a deliverance for me. എനിക്കൊരു വിടുതൽ തരണമേ. Let there be a change in my life. എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം തരണമേ. Let me be a fountain of life. ഞാൻ ഒരു ജീവജലത്തിന്റെ ഉറവയായി തീരണം. When I open my mouth, let it bring life
into the hearers. ഞാൻ എന്റെ വായ തുറക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ജീവൻ പകരട്ടെ. Let my presence in this world become a light to the nations. എന്റെ ഈ ലോകത്തിലെ സാന്നിധ്യം ഈ ലോകത്തിന് ഒരു വെളിച്ചമായി തീരട്ടെ. A city set on a hill, let that be me. ഹല്ലേലൂയ. മലമേൽ സ്ഥാപിക്കപ്പെടുന്ന പട്ടണം ഞാനാകണമേ. How many people say an amen to that? That is what God wants us to be. ഇതാണ് ദൈവം നമ്മളെ പറ്റി That we ആഗ്രഹിക്കുന്നത്. may be a city set on a hill. ഹല്ലേലൂയ. മലമേൽ നിൽക്കുന്ന പട്ടണമോ. That we may be salt of this world, ഈ ലോകത്തിന്റെ salt of the earth. ലോകത്തിന്റെ ഉപ്പായി. Hallelujah. ആമേൻ.